നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വരാൻ ജനം ആഗ്രഹിക്കുന്നുണ്ടെന്നും VK ശ്രീകണ്ഠൻ അഭിപ്രായപ്പെട്ടു. ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റയിൽ കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഒരു പ്രസ്ഥാനം, ഈ രാജ്യത്തെ പടുത്തുയർത്തിയ പ്രസ്ഥാനം, രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നയിച്ച പ്രസ്ഥാനം, അതിന്റെ പ്രതാപവും മഹിമയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് കൂടി. കാരണം കോൺഗ്രസ് മാറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും, രാജ്യത്തെ ജനങ്ങൾ എന്തായിരിക്കും അവരുടെയൊക്കെ ജീവിതം, അതെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു സമയത്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യ വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ച് നോർത്ത് ഈസ്റ്റ് നിന്ന് ആരംഭിച്ച വലിയ ഭാരത് ജോഡോ ന്യായ് യാത്ര അവിടെ പ്രചരണം നടത്തുകയാണ്. ആ ജാഥയിൽ അസഹിഷ്ണുതരായിട്ടുള്ള BJPക്കാർ ഭരണകർത്താക്കൾ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങി. ആദ്യമൊക്കെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി ആക്രമിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അവർക്ക് പേടി തുടങ്ങിയതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റയിലാണ് കോൺഗ്രസ് ഭവൻ തുറന്നുകൊടുത്തത്. ഉദ്ഘാടന ചടങ്ങിൽ M. മുസ്തഫ അധ്യക്ഷനായിരുന്നു. VP നിസാം, ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, KPCC മുൻ അംഗം ET ഉമ്മർ, പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, UDF പട്ടാമ്പി നിയോജകമണ്ഡലം കൺവീനർ ജിതേഷ് മോഴിക്കുന്നം, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ആസീസ് പട്ടാമ്പി, ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് EP യൂസഫ്, ഓങ്ങല്ലൂർ പഞ്ചായത്ത് UDF കൺവീനർ TT സലീം, ഉണ്ണികൃഷ്ണൻ, KP മുഹമ്മദ് അലി, K. മുസ്തഫ, N. റസാഖ്, TT നാസർ, TT മൂസ, ഷാഫി മരുദൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ഖദീജ മൻസിലിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിക്കും ഖദീജ മൻസിലിനും മധ്യേ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. യാത്രക്കാരുമായി പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശികളായ 3 പേരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസ് യന്ത്രത്തകരാറിനെ തുടർന്ന് നിർത്തിയിട്ട് പരിശോധിക്കുന്നതിനിടെ ബസ് മുന്നോട്ട് നീങ്ങി പോസ്റ്റിലിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി പട്ടാമ്പി വാടാനാംകുറിശ്ശിയിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പട്ടാമ്പി വാടാനംകുറിശ്ശിക്ക് സമീപത്ത് അപകടം സംഭവിച്ചത്. ഗുരുവായൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് യന്ത്രത്തകരാറിനെ തുടർന്ന് വാടാനംകുറിശ്ശിക്ക് സമീപം നിർത്തിയിട്ടത്. തുടർന്ന് ജീവനക്കാർ ബസ് പരിശോധിക്കുന്നതിനിടെയാണ് ബസ് റോഡിന്റെ എതിർവശത്തേക്ക് തനിയെ ഇറങ്ങിപ്പോയത്. തുടർന്ന് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് ബസ് നിന്നത്. വൈദ്യുതി പോസ്റ്റ് 2ആയി മുറിയുകയും ചെയ്തു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക് പറ്റി. പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പട്ടാമ്പി താലൂക്കിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക വാങ്ങാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും താലൂക്ക് ഓഫീസിൽ എത്തിയിരുന്നു. ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. പട്ടാമ്പി താലൂക്ക് തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് വോട്ടർ പട്ടികയുടെ പകർപ്പ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. അന്തിമ പട്ടികയാണെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ കഴിയുമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 1/1/2024 അടിസ്ഥാന തീയതിയായിട്ട് തയ്യാറാക്കിയ പട്ടികയാണ് ജനറൽ ഇലക്ഷന് മുമ്പായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനിയും ഇതിൽ അർഹതപ്പെട്ട ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ അനർഹമായ ആരെങ്കിലും ഇതിൽ ഇപ്പോഴും നീക്കം ചെയ്യപ്പെടാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ ഷീറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇലക്ഷന് മുമ്പായിട്ട് വീണ്ടും അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായിരിക്കും നമ്മൾ മാർക്കഡ് കോപ്പിയായിട്ട് ഇലക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നാഷണൽ വോട്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 25-ാം തീയതി നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ദേശീയ വോട്ടർമാരുടെ ദിനമായ മറ്റന്നാൾ അതിന് മുന്നോടിയായിട്ട് താലൂക്ക് ആസ്ഥാനത്തിൽ നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നാളെ ഇവിടെ പട്ടാമ്പി താലൂക്കിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും
വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്, അതുപോലെ പട്ടാമ്പി താലൂക്കിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായിട്ടുള്ള ചെസ് കോമ്പറ്റീഷൻ, ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് നാളെ താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മണ്ഡലത്തിലുടനീളം 2 മണ്ഡലങ്ങളിലും ഉടനീളം സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ട് വണ്ടി തയ്യാറായിട്ടുണ്ട്. അത് ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് EVM മെഷീനിലെ പ്രവർത്തനങ്ങളുടെ സുതാര്യതയും അതിൻ്റെ പ്രവർത്തനവും സാധാരണക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന രീതിയിൽ ഏതാനും ആഴ്ചകൾ ഇവിടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 7-ന് നടക്കുന്ന കൂറ്റനാട് ദേശോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന യോഗം സംഘാടക സമിതി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ദേശോത്സവ കമ്മിറ്റി പ്രസിഡന്റ് രവി കുന്നത്ത് അധ്യക്ഷനായി. ആയിരങ്ങൾ അണിനിരക്കുന്ന ദേശോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമെല്ലാം യോഗത്തിൽ ചർച്ച നടന്നു. കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ ഹമീദ് സ്വാഗതവും ട്രഷറർ ഗഫൂർ ന്യൂ ബസാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, P ബാലൻ, V സന്ധ്യ, പഞ്ചായത്ത് അംഗങ്ങളായ സബിത, ഹസീബ് തുടങ്ങിയവരും പങ്കെടുത്തു. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചർ ഷെരീഫ്, ചാലിശ്ശേരി CI സതീഷ് കുമാർ, എക്സൈസ് ഓഫീസർ മഹേഷ്, ആരോഗ്യ വെറ്റിനറി ഓഫീസർമാർ, പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര ദേശോത്സവ ഭാരവാഹികളായ ഫൈസൽ കൂറ്റനാട്, ഫൈസൽ കുഞ്ഞുമോൻ, മണി ഏർക്കര, സുമിത് സുന്ദർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശോത്സവത്തിൽ പങ്കെടുക്കുന്ന 29 ഉപകമ്മിറ്റികളെ പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള ഭാരവാഹികളും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ആഘോഷ പരിപാടികളിലെ സുഗമവും സമാധാനപരവുമായ നടത്തിപ്പിന് മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും കേന്ദ്ര ദേശോത്സവ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പിന്നെ എല്ലാ കമ്മിറ്റിക്കാരും സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട നടത്തിപ്പിന്റെ നിർദ്ദേശങ്ങളുടെ നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് എല്ലാവരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇനി വരും ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ തന്നെ എല്ലാവരും കൈപ്പറ്റണം. അപ്പോൾ ഈ സമയക്രമം ഇപ്പോൾ നമ്മൾ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ആ സമയക്രമം നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നറുക്കിട്ടെടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ആനകളെ നിങ്ങൾ അണിനിരത്തുന്ന സമയത്ത് അതിന് ആവശ്യമുള്ള ഡിസ്റ്റൻസിൽ അത് ചില ക്ഷേത്ര ഭാരവാഹികളും നേർച്ച കമ്മിറ്റിക്കാരൊക്കെ ചെയ്യാറുണ്ട്. അവർക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കും, നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് നിർത്താനുള്ള. അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് പരസ്പരം ചില മുട്ടി നിൽക്കാനുള്ളൊരു അലോസരം ഉണ്ടാക്കാത്ത രീതിയില്ല. അതുപോലെ തന്നെ ഒരു 3 മീറ്റർ മാറിയിട്ട് നിങ്ങളുടെ വളണ്ടിയേഴ്സിനെ നിങ്ങൾ നിയോഗിക്കുകയാണെങ്കിൽ ആ വളണ്ടിയേഴ്സ് ആളുകളെ മാനയാണ്. CCTV ന്യൂസ് തൃത്താല. ദേശമംഗലം പഞ്ചായത്തിൽ 40 ഏക്കറോളം കൃഷി ഉണങ്ങി നശിച്ചു. 5-ാം വാർഡ് പല്ലൂർ നോർത്ത് പാടശേഖരത്തിലെ കൃഷിയാണ് നശിച്ചത്. മുണ്ടകം കൃഷിയുടെ 2ാം വിളയായി ഞാറുനട്ട് 45 ദിവസം കഴിഞ്ഞിട്ടും നെൽച്ചെടി വളരാതെ കരിയുകയാണുണ്ടായത്. 130 ഏക്കർ സ്ഥലത്തെ കൃഷിയിൽ 40 ഏക്കർ നശിച്ചു. മുസ്ലിയാർ വീട്ടിൽ തറയിൽ ഹസൻ, വരമംഗലത്ത് ഉമ്മർ, പടിഞ്ഞാറയിൽ യൂസഫ് ഹാജി, വലിയാകത്ത് അഷറഫ്, വടക്കേതിൽ നാസർ പാറോലപ്പടി, ഉണ്ണികൃഷ്ണൻ തറയിൽ, സഫിയ, സുരേഷ് ബാബു എന്നിവരുടെ കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കർഷകർ പറയുന്നു. പറയാനുള്ളത് 140-145 ഏക്കറോളം ഇപ്പോൾ കൃഷി പണിതിട്ടുണ്ട്. അത് നട്ട് കൈയെടുത്തതിന് ശേഷം തന്നെ ഒക്കെ താണുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം പഴുക്ക പിന്നെ കൈപ്പോലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാട്ടത്തിനെടുത്തിട്ട് പണിയുന്ന സ്ഥലങ്ങളാണ്. ഇതാകെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു നിശ്ചയം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നിന്നോ മറ്റു നമുക്ക് എന്തെങ്കിലും അതിലേക്ക് ഒരു അനുകൂല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതാണ്. മറ്റു കർഷകരുടെ പാടശേഖരങ്ങളിലും ചെറിയ തോതിൽ നെൽച്ചെടി ഉണങ്ങുന്നുണ്ട്. ലോണെടുത്തും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഏറെ പ്രതീക്ഷയോടെ ഇറക്കിയ കൃഷി വിളവ് തരാതായതോടെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ദേശമംഗലം കൃഷി ഓഫീസിലും മറ്റുന്നത കൃഷി ഓഫീസുകളിലും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ എത്തി പരിശോധിച്ചു. കൃഷിയിടത്തിൽ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യാതൊരു മാറ്റവും കാണുന്നില്ലെന്ന് കർഷകർ പറയുന്നു. CCTV ന്യൂസ് തളി. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
വാർത്തയിലേക്ക്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസിനെതിരെ CPM അംഗങ്ങളുടെ അവിശ്വാസ നോട്ടീസ്. 8 അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള അവിശ്വാസ നോട്ടീസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നൽകിയത്. 1.5 വർഷം മുൻപ് UDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെയായിരുന്നു LDFന് ഭരണം നഷ്ടമായത്. 3 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവിശ്വാസക്കുരുക്കിൽ അകപ്പെടുന്നത്. നിലവിൽ UDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസിനെതിരെയാണ് CPM അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 8 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയത്തിലുള്ള നോട്ടീസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവിശ്വാസ നോട്ടീസ്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFനും UDFനും 8 വീതം അംഗങ്ങളാണ് ഉള്ളത്. ഒരംഗം BJPക്കുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയായിരുന്നു തിരഞ്ഞെടുത്തത്. LDFന് പ്രസിഡന്റ് സ്ഥാനവും UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നറുക്കെടുപ്പിലൂടെ ലഭിച്ചു. ഇതിനിടെ 2022 ഏപ്രിൽ BJP അംഗത്തിന്റെ പിന്തുണയോടെ UDF പ്രസിഡന്റായിരുന്ന CPMലെ T ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. ഇത് പാസ്സാവുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസ് പ്രസിഡന്റ് ആയത്. 1.5 വർഷത്തിന് ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചുപിടിക്കുവാൻ ലക്ഷ്യമിട്ട് CPM അംഗങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. UDF നിന്നുമുള്ള ചില അംഗങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് CPM അംഗങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും കൊപ്പം ഗ്രാമപഞ്ചായത്ത് വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുമെന്നത് ഉറപ്പായി. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പിറന്നാൾ ആഘോഷം വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആർഭാടമാക്കി. തൃത്താല പട്ടിത്തറ അരിക്കാടാണ് 111 വയസ്സ് തികയുന്ന അപൂർവതയുമായി പുല്ലാനിക്കാട്ടുപറമ്പിൽ കുഞ്ഞുമാളു അമ്മയെന്ന ചക്കമ്മയുടെ പിറന്നാൾ ആഘോഷം നടത്തിയത്. ആയിരത്തി 1913 ചക്കമ്മ ജനിച്ചത്. മകരമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ. 1 നൂറ്റാണ്ടും പിന്നെ 1 പതിറ്റാണ്ടും പിന്നിട്ട ജീവിതത്തിലെ ഓർമ്മകളെല്ലാം ചക്കമ്മയ്ക്ക് തെളിഞ്ഞു തന്നെ നിൽക്കുന്നു. മലബാർ കലാപവും കലാപത്തിൽപ്പെട്ട് അഭയാർത്ഥികളായി എത്തിയ മനുഷ്യർക്ക് വീട്ടിൽ അഭയം കൊടുത്തതുമെല്ലാം ഇന്നും പകൽ പോലെ വ്യക്തം. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 11 മക്കളെ പ്രസവിച്ചു. അതിൽ 8 കുട്ടികൾ മാത്രമേ ജീവിച്ചുള്ളൂ. 3ാമത്തെ ഭർത്താവായിരുന്ന ശങ്കരൻ 28 വർഷം മുൻപ് മരിച്ചു. രാമൻ, നാരായണൻ എന്നീ മക്കളും മരിച്ചു. മൂത്ത മകൻ വാസുദേവന് 90 വയസ്സായി. ജാനകി, ഭാർഗവി, പത്മാവതി, ജയരാജൻ, പ്രേമകുമാരി എന്നീ മറ്റു മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന 50ലധികം പേർ ചക്കമ്മയുടെ വംശവൃഷണത്തിൽ ഇപ്പോഴും സജീവം. നടക്കാനുള്ള സ്വാധീനക്കുറവും കേൾവിക്കുറവും ഒഴിച്ചു നിർത്തിയാൽ ആരോഗ്യത്തിന് കുഴപ്പമില്ലെന്നും വീടും നാടും ഒരുപോലെ പറയുന്നു. നാൾ പ്രകാരം ജനുവരി 28 പിറന്നാൾ വരുന്നതെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒത്തുകൂടാൻ സൗകര്യപ്പെട്ട ദിവസം ഞായറാഴ്ചയായതിനാൽ ആഘോഷം അന്നേക്ക് മാറ്റുകയായിരുന്നു. 400ലധികം പേർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ പിറന്നാളിന് മധുരം പങ്കിടാൻ മന്ത്രി MP രാജേഷും മുൻ MLA VT ബൽറാമും പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലനും വീട്ടിലെത്തി. SNDP ജില്ലാ ഭാരവാഹികൾ നേരിട്ടെത്തി ചക്കമ്മയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. CCTV ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച രാത്രി ആരംഭമായി. ചെയർമാൻ റോബർട്ട് തമ്പി പതാക ഉയർത്തി. രാത്രി 8 നടന്ന ഉദ്ഘാടന മത്സരം കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അമ്പാടി ശ്രീരാഗ് കിക്ക് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ ബാവ മാളിയക്കൽ, PTA പ്രസിഡന്റ് PB രജീഷ്, യൂസഫ് പണിക്കവീട്ടിൽ, PV ഉമ്മർ മൗലവി, ബാലൻ മാസ്റ്റർ, തമ്പി കൊള്ളന്നൂർ, ക്ലബ്ബ് രക്ഷാധികാരി ബാബു നാസർ,
പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, നിഷ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ടീമംഗങ്ങളെ വിശിഷ്ടാതിഥികൾ പരിചയപ്പെട്ടു. വാദ്യമേളവും ഫാൻസി വെടിക്കെട്ടുമുണ്ടായി. മത്സരത്തിൽ സലീം സോമിൽ മാർവൽ ചാലിശ്ശേരി 2-നെതിരെ 3 ഗോളുകൾക്ക് റോയൽ കിങ്സ് പെയിങ്ങന്നൂരിനെ പരാജയപ്പെടുത്തി. മൈതാനത്ത് സ്റ്റേഡിയം നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ടൂർണമെന്റ് കാണാനെത്തിയ കായിക പ്രേമികൾ ഗാലറിയിലെ സീറ്റുകൾ കൈയടക്കി ടൂർണമെന്റ് ആസ്വദിച്ചു. തിങ്കളാഴ്ച രാത്രി 8-ന് പ്ലേ ബോയ്സ് തൃശൂരും പുലരി കോക്കൂരും തമ്മിൽ ഏറ്റുമുട്ടും. CCTV ന്യൂസ്, തൃത്താല. തളി പൈതൽ തങ്ങളുടെ മഖാം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. രാവിലെ മഖാമിൽ നടന്ന പരിപാടിയിൽ തളി ജുമാ മസ്ജിദ് ചീഫ് ഇസ്മായിൽ റഹ്മാനി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് മൗലീദ് പാരായണം 11 മണി മുതൽ അന്നദാനവും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അയോധ്യയിലെ ശ്രീരാമപ്രതിഷ്ഠയുടെ ഭാഗമായി മുള്ളൂർക്കര ഇരുന്നിലംകോട് മഹാദേവ ക്ഷേത്രത്തിൽ പ്രതീകാത്മക ശ്രീരാമപ്രതിഷ്ഠ നടത്തി. രാവിലെ തന്നെ ഭക്തർ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തി. ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ സന്ദേശം നൽകി. സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. വെള്ളിയാഴ്ച ഇരുന്നിലംകോട് ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കും. അപ്പം നമുക്ക് കഴിയുന്നത് ഇതാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാ അമ്പലങ്ങളിലും ഇത് കൊണ്ടാടുന്നുണ്ട്. നമ്മളും ചെറുതായിട്ട് ഇവിടെ കൊണ്ടാടുന്നു. അപ്പോൾ അതിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയവരൊക്കെ ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമായി ഞാൻ കരുതുന്നു. അതിനും ഒരു പ്രത്യേകത വേണം. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. പലരും ശ്രദ്ധിച്ചതാണ്. പക്ഷേ എന്താണ് ആൾക്കാർക്ക് വരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഓരോ അമ്പലത്തിൽ അവർ കൂടിയിരിക്കുകയാണ്. അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ 5 മൂർത്തി ക്ഷേത്രം, തിരുവാണിക്കാവ്, കാർത്തിയാനിയമ്പലം, ആറ്റൂര്, എല്ലാ സ്ഥലത്തും സാന്നിധ്യത്തിൽ ഈ ഭഗവാന്റെ ഇതിവിടെ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമല്ലേ? സമ്മതാണെന്ന് ഉറക്കെ പറയൂ. അപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ ശ്രീരാമനുണ്ട് ഇവിടെ. നമ്മൾ അങ്ങനെ ഒരു പ്രതിഷ്ഠ ശ്രീരാമന് വേണ്ടി ഇവിടെ നടത്തിയിട്ടില്ല. പക്ഷെ പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ 365 ദിവസവും ഒരു ദിവസം പോലും മുടവ് കൂടാതെ രാമായണം വായിക്കാൻ ഇവിടെ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സാന്നിധ്യത്തെ ഇനി വരുമ്പോഴും. കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. 16 ദിവസമായി നടന്നുവരുന്ന കൂത്തുത്സവത്തിനൊടുവിലാണ് താലപ്പൊലി ആഘോഷം. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഓട്ടംതുള്ളൽ, ഉച്ചപൂജ, നാദസ്വരം, എഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നായി പൂതൻ, തിറ, കരിങ്കാളി, ശിങ്കാരിമേളം, കാവടി, തെയ്യം തുടങ്ങിയ ദേശവരവുകൾ. ശേഷം ദീപാരാധന, വെടിക്കെട്ട്, രാത്രിയിൽ ട്രിപ്പിൾ തായമ്പകയും ഉണ്ടായി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.